സമൃദ്ധമായ ജീവിതമെന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദയവ് ചെയ്ത് സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ എല്ലാവരും തന്നെ നോട്ട് ചെയ്ത് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശേഷം ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടി നൽകുന്നതായ സന്ദേശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അതിൽ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ അപേക്ഷകളും ഞങ്ങളെ അറിയിക്കണം. ഞാനും എൻ്റെ പ്രാർത്ഥനാ ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സന്തോഷവാന്മാരായിരിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: യേശു കർത്താവ് നമ്മുടെ ജയാളിയായ രാജാവ്. നമുക്കൊരു വചനം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 38-ാമത്തെ വാക്യം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. ഈ സന്ദേശത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. യേശു കർത്താവ് നമ്മുടെ കർത്താവും രക്ഷകനുമാണ്. അവൻ ഭൂമിയിൽ തൻ്റെ സുവിശേഷ വേല, തൻ്റെ ശുശ്രൂഷകളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. അവൻ അനേകം അത്ഭുതങ്ങൾ ചെയ്തു. അനേകം രോഗികൾക്ക് വിടുതൽ കൊടുത്തു. പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ അവൻ നിർവഹിച്ചു. അതിനുശേഷം കർത്താവ് സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം യേശു കർത്താവ് യെരുശലേമിൽ കൂടി കടന്നു വരുന്ന സമയത്ത് ജനങ്ങൾ കടന്നുവന്ന് പറയുകയാണ്: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് സ്തുതിച്ചു, പുകഴ്ത്തി. നമുക്കറിയാം, ജയിച്ച ഒരുവന് മാത്രമേ രാജാവായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതായ സന്ദർഭമാണ് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു ജയാളിയായ ഒരു രാജാവാണ്. സുഹൃത്തുക്കളെ, നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് ആരാണ് ഭൂമിയിൽ ജയാളിയായിരിക്കുന്ന രാജാവ്? അത് ഭൂമിയിലുണ്ടായിരുന്നതായ രാജാക്കന്മാരാണോ, അതോ മിശിഹ ആയിരിക്കുന്ന നമ്മുടെ കർത്താവാണോ? നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും, അത് കർത്താവായ യേശുക്രിസ്തു ആകുന്നുവെന്ന്, നമ്മുടെ മിശിഹ ആകുന്നുവെന്ന്. കാരണം അവൻ മറ്റാരും ചെയ്യാത്തതായ അത്ഭുതകരമായ ഒരു വിജയം നേടിയെടുത്ത്, അതായത് ക്രൂശിൽ തൻ്റെ ജീവനെ സമർപ്പിച്ച് സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി അവൻ ക്രൂശീകരിക്കപ്പെട്ട് മരിച്ച് അവൻ ഉയർപ്പ് പ്രാപിച്ച് മരണത്തിന്മേൽ ജയാളിയായ കർത്താവാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു താരതമ്യ പഠനം നടത്താം. അതായത് ഭൂമിയിലുള്ള രാജാക്കന്മാരാണോ അതോ മിശിഹ ആയിരിക്കുന്ന കർത്താവാണോ ജയാളി എന്നതിനെക്കുറിച്ച്. ലോകത്തിലെ രാജാക്കന്മാരെക്കുറിച്ച് നോക്കുമ്പോൾ അവർ കൈവരിച്ചതായ വിജയങ്ങൾ എല്ലാം തന്നെ താൽക്കാലികമായിരുന്നു. അവർ ഈ ചരിത്രത്തിൽ നിന്നും മൺമറഞ്ഞ് പോവുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി പുനരുദ്ധാനത്തിൽ കൂടി നേടിയതായ വിജയം, അത് നിത്യമായ ജയമാണ്. യേശു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. യേശു ക്രൂശിലെ മരണത്തിൽ കൂടി പുനരുദ്ധാനത്തിൽ കൂടി നേടിയെടുത്തതായ അവൻ്റെ വിജയം രക്ഷിക്കപ്പെട്ടതായ ആളുകളിൽ കൂടി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് സഞ്ചരിച്ചത്. എന്നാൽ യെരുശലേമിലേക്ക് കടന്നു വന്നതായ യേശു ക്രിസ്തു വന്നത് ഒരു കഴുതയുടെ പുറത്താണ്. എന്താണ് വ്യത്യാസം? കഴുത ഒരു ഭാരം ചുമക്കുന്നതായ ഒരു ജന്തുവാണ്. യേശു ക്രൂശിൽ സകല മനുഷ്യരുടെയും പാപത്തെ ചുമന്നു. അതിൽ കൂടിയാണ് അത്യന്തിക ജയം വന്നത്. ഭൂമിയിലെ രാജാക്കന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അനേകരെ കൊന്നിട്ടുണ്ട്. എന്നാൽ മിശിഹായും രാജാവുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് വന്നത് വളരെ താഴ്മയോടുകൂടി ആയിരുന്നു. എല്ലാവരുമായി പൊരുത്തപ്പെട്ടുകൊണ്ട്, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് അവൻ മരണസമയത്തും പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ലോകരാജാക്കന്മാർ കടന്നുവരുന്നതായ സമയത്ത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയുണ്ടാകും. എന്നാൽ യേശു കർത്താവ്, നമ്മുടെ മിശിഹ ആയിരിക്കുന്ന രാജാവ്, അവനെ ക്രൂശീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് മൗനമായി കടന്നുപോയി, തല താഴ്ത്തിക്കൊണ്ട്. അതാണ് വ്യത്യാസം. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടായി കാൽവരി ക്രൂശിൽ മരിച്ചതിന് ശേഷം അത്ഭുതകരമായ ജയം അവൻ നേടിയെടുത്തു. മാനവരാശിക്കു വേണ്ടി അത്ഭുതകരമായ വിജയത്തെ അവൻ നേടിക്കൊടുത്തു.
അതാണ് വ്യത്യാസം. എന്നാൽ ലോകത്തിലെ രാജാക്കന്മാർ അവർ പിടിച്ചു നിൽക്കാനായി മറ്റുള്ള ആളുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിലെ മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടി മരിക്കാനിടയായി, അവരുടെ രക്ഷയ്ക്കായി മരിക്കാനിടയായി. എന്തുകൊണ്ടെന്നാൽ ഇവയെല്ലാം നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വലിയ മഹത്വത്തെ, വലിയ ശ്രേഷ്ഠതയെ കാണുവാൻ കഴിയും. കഴുതപ്പുറത്ത് സഞ്ചരിച്ചു, താഴ്മ ധരിച്ചു, അവൻ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അത്ഭുതകരമായ വിജയം നേടി. സുഹൃത്തുക്കളെ, യേശുക്രിസ്തു സകല രാജാക്കന്മാരിലും വെച്ച് അത്ഭുതകരമായ ഉന്നതമായ വിജയം നേടിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കൂടി കാണാൻ കഴിയും. അതുപോലെ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവായിരുന്നു. എന്നാൽ യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, അവൻ രക്ഷിക്കപ്പെട്ടവരായ സകല വ്യക്തികളുടെയും രാജാവാണ്. ഈ അത്ഭുതകരമായ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവ് യെരുശലേമിലേക്ക് കടന്നുവന്നു, അതിനുശേഷം അവൻ ക്രൂശിൽ മരിക്കുന്നു, മരിച്ച ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അതിൽ കൂടി അവർ വിളിച്ചു പറയുകയാണ്, അവൻ കർത്താദി കർത്താവാണ്, അവൻ വാഴ്ത്തപ്പെട്ട ദൈവമാകുന്നുവെന്ന് വായിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്താണ് ഇവിടെ പറയുന്നത്? എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. അത്ഭുതകരമായ വചനം. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഒരു കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചു. അവൻ തന്നെത്താൻ താഴ്ത്തി മുൻപോട്ട് കടന്നു വന്നതായ സമയത്ത് ആ വീതിയിൽ അവനെ കാത്തുനിന്നതായ ജനങ്ങളെല്ലാവരും ഹോശന്ന 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 എന്ന് പറഞ്ഞു. മീനിങ് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതായത് കർത്താവ് അത്ഭുതവാനായ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ വിജയിയായിരിക്കുന്ന രാജാവാകുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇവയെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? വളരെ ലളിതമാണ്. കാരണം യേശു കർത്താവ് രക്ഷകനും അത്ഭുതവാനായ വിജയിയുമാണ്. അങ്ങനെ ജയാളിയായിരിക്കുന്ന ഈ കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും നമ്മളും ജയം നേടുവാനിടയാകും. ഈ വാക്യം നോക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എത്ര അത്ഭുതകരമായ വാക്യമാണ്! യേശു കർത്താവിൽ രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചാണിത് പറയുന്നത്. യേശു ക്രിസ്തു നമ്മെ ബലപ്പെടുത്തുന്നു. എങ്ങനെയാണ്? അവൻ്റെ ക്രൂശിൻ്റെ ശക്തിയിൽ കൂടി. യേശു ക്രിസ്തു നമ്മെ ബലപ്പെടുത്തുന്നു. എങ്ങനെയാണ്? അവൻ്റെ പുനരുദ്ധാന ശക്തിയിൽ കൂടി. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയാകും. ഈ ശക്തി എവിടെ നിന്നാണ് കടന്നു വരുന്നത്? അവൻ്റെ ക്രൂശിൽ നിന്നും കടന്നു വരുന്നു. അവൻ്റെ ജയത്തിൽ നിന്നും അവൻ്റെ പുനരുദ്ധാനത്തിൽ നിന്നും ഈ ശക്തി കടന്നു വരുന്നു. കാരണം അവൻ മിശിഹായായ കർത്താവ് ജയാളിയായിരിക്കുന്ന ദൈവമാണ്. അവൻ സകല ആധിപത്യത്തിനും മേലായ ആധിപത്യം ധരിച്ചിരിക്കുന്ന ദൈവമാണ്. അവനെല്ലാ മേഖലകളിലും നമുക്ക് വിജയം നൽകും. സുഹൃത്തുക്കളെ, ചില മേഖലകളിൽ നമ്മൾ പരാജയപ്പെടുവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ വിവാഹ ബന്ധത്തിലായിരിക്കും അത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പലവിധമായ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രത്യേകമായ പാപം ആയിരിക്കും നമ്മെ വീഴ്ത്തിക്കളയുന്നത്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ജയാളിയായ രാജാവായിരിക്കുമ്പോൾ നമ്മൾ ജയാളിയായിരിക്കുന്ന ആ രാജാവിൻ്റെ പൗരന്മാരാണ്. അതുകൊണ്ട് അവൻ നമുക്ക് വിജയത്തെ നൽകും. നമുക്ക് ശ്രദ്ധിക്കാം, ഏതെല്ലാം മേഖലകളിലാണ് യേശു കർത്താവ് നമുക്ക് വിജയത്തെ നൽകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 ഏരിയകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. യേശു കർത്താവ് നമുക്ക് വിജയത്തെ തരുന്ന മേഖലകളെക്കുറിച്ച്. കാരണം ആ മിശിഹ നമ്മുടെ ജയാളിയായിരിക്കുന്ന രാജാവാണ്. നമ്പർ 1, ജയാളിയായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ്റെ കഷ്ടതകളെ അവൻ ജയിക്കുവാൻ ഇടയായി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം:
യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു, തല ചായ്ച്ചു, ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു. ഇത് യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞതായ മൊഴികളിൽ 6-ാമത്തെ വാക്കാണ്. മനുഷ്യന്റെ സകല പാപങ്ങൾക്കും വേണ്ടി അവൻ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭമാണിത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതിനു വേണ്ടിയുള്ളതായ ശിക്ഷാവിധിയാണ് യേശു ക്രൂശിൽ അനുഭവിച്ചത്? അത് പാപത്തിൻ്റെ ശിക്ഷാവിധി ആയിരുന്നു. ഏത് പണിഷ്മെൻ്റാണ് അവൻ അനുഭവിച്ചത്? നമ്മൾ പറയും സാധാരണമായി, അവൻ്റെ കൈകാലുകളിൽ അണിയടിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ചു, അവൻ്റെ മാറ് തുളച്ചു, ചാട്ടവാറ് വെച്ച് അവനെ അടിച്ചു. അതെ, ഇതെല്ലാം പാപത്തിൻ്റെ ശിക്ഷാവിധിയായിരുന്നു. എന്നാൽ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം വചനത്തിൽ കൂടി പറയുന്നുണ്ട് എന്താണ് പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ശിക്ഷാവിധി എന്ന്. പാപത്തിൻ്റെ ഫലം, ശിക്ഷാവിധി നരകമാണ്. കാരണം വചനം പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എന്ന്. വിഷയം ഇതാണ്, യേശു കർത്താവ് സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷാവിധി അനുഭവിച്ചു. അവൻ മറുവില കൊടുത്തു. അത് ഇതാണ്, അവൻ നരകം യഥാർത്ഥമായിട്ടു അനുഭവിച്ചു. മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, യേശു കർത്താവ് ക്രൂശിൽ അന്ന് അനുഭവിച്ചത് അത് നരകതുല്യമായ അനുഭവം ആയിരുന്നു. 4-ാമത്തെ മൊഴിയിൽ യേശു കർത്താവ് പറയുന്നു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവപുത്രനായിട്ട്, ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഇവിടെ യേശു കർത്താവ് നരകതുല്യമായ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറിന് ശേഷം ആ ദേശമാകെ ഇരുട്ട് വ്യാപിച്ചു. അതായത് യേശു കർത്താവ് അവിടെ യഥാർത്ഥമായ നരകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം യേശു കർത്താവ് 6-ാമത്തെ മൊഴിയിൽ പറയുന്നു സകലതും നിവൃത്തിയായി എന്ന്. എന്താണ് നിവൃത്തിയായത്? ഭൂമിയിലെ അവൻ്റെ കഷ്ടത നിവൃത്തിയായിരിക്കുന്നു. അവൻ്റെ ക്രൂശീകരണം അത് നിവൃത്തിയായിരിക്കുന്നു. ക്രൂശിൽ മനുഷ്യന് വേണ്ടി അനുഭവിച്ചതായ അവൻ്റെ യാഗം, അവൻ്റെ യാതന അത് നിവൃത്തിയായി. അതിനേക്കാൾ ഉപരിയായിട്ട് നരകത്തിൻ്റെ യാതന എല്ലാം തന്നെ നിവൃത്തിയായി. അത്ഭുതകരമായ കാര്യം, അത് ഫിനിഷായി. ഗ്രീക്കിൽ അത് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് വിജയകരമായിട്ട് പൂർത്തിയായി, പൂർണ്ണമായി പൂർത്തിയായി എന്നാണ്. സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു കർത്താവ് ക്രൂശിൽ യാതന അനുഭവിച്ച് 100% അവൻ ഏതുദ്ദേശത്തോടു കൂടിയാണോ മരിച്ചത് ആ ഉദ്ദേശം നിവൃത്തിയായി എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ കടന്നു വരുന്നതായ സന്ദർഭത്തിൽ നാം അവയെ ജയിച്ച് മുന്നേറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് പറയുവാൻ കഴിയണം, ഭൂമിയിലെ എൻ്റെ കഷ്ടതകളെല്ലാം നിവൃത്തിയായി എന്ന്. ഞാൻ എൻ്റെ കഷ്ടതകളെ വിജയകരമായി നേരിട്ടു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ എൻ്റെ കഷ്ടതകളെയെല്ലാം ജയിക്കുവാൻ സഹായിച്ചു. ഞാൻ വിജയകരമായി എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നമ്മൾ നേരിടാറുണ്ട്. ചില സമയത്ത് രോഗമാകാം, ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകാം. നമുക്കറിയാം, ക്യാൻസർ പോലുള്ള രോഗം ബാധിച്ചതായ ആളുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇവയെല്ലാം നേരിടാൻ ആവശ്യമായ ഒരു കൃപ ജയാളിയായിരിക്കുന്ന കർത്താവ് അവർക്ക് കൊടുക്കും. ചില സമയത്ത് ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നഷ്ടം അത് നമ്മുടെ ജീവിതത്തെ പിടിച്ച് ഉലയ്ക്കുവാൻ ഇടയാകും, നമ്മെ തകർത്തേക്കാം. ഇതിനെല്ലാം ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം അത് നിവർത്തീകരിക്കുന്നില്ലായിരിക്കാം. അങ്ങനെ ആയിരിക്കുന്നതായ സന്ദർഭത്തിലും നമുക്ക് ജയാളികളായി ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. ചില സമയത്ത് ആളുകളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടത അനുഭവിക്കുന്നുണ്ടാകാം.
ചില സമയത്ത് മാനസികമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ടാകാം. നിരാശയും ദുഃഖവും ഭാരവും ആകുലതയും ഒറ്റപ്പെടലും അതുപോലെയുള്ളത് എല്ലാ തരത്തിലുള്ള മാനസിക വേദനകളും. സുഹൃത്തുക്കളെ, നമുക്കുള്ളതായ ശുഭവാർത്ത ഇതാണ്. യേശു കർത്താവ്, നമ്മുടെ ജയാളിയായിരിക്കുന്ന രാജാവ് നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മെ സഹായിക്കും. നാം അവൻ്റെ ശിഷ്യന്മാരാണ്, നാം അവൻ്റെ പൗരന്മാരാണ്. അതുപോലെ അവൻ നമ്മുടെ ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന സകല മേഖലകളിലും വലിയ വിജയത്തെയും വിടുതലിനെയും തരും. എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവ് നമുക്കുള്ള മാതൃകയാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഒരു ജയാളിയായ രാജാവ്. ആ രാജാവ് എങ്ങനെയാണ് ജയത്തെ നേടിയെടുത്തത്? അവനൊരു മാതൃക പിന്തുടർന്നു. അവൻ ചില തത്വങ്ങളെ അനുസരിച്ചിരുന്നു. കഷ്ടത അനുഭവിക്കുന്നതായ സന്ദർഭത്തിൽ യേശു കർത്താവ് നമ്മുടെ മാതൃകയായിരിക്കണം. എന്താണ് കഷ്ടതയുണ്ടായ സമയത്ത് യേശു കർത്താവ് ചെയ്തത്? അവൻ എല്ലാം പിതാവിൽ സമർപ്പിച്ചു. അവനത് സഹിച്ചു. അതാണ് ചെയ്യേണ്ടത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നാം അത് സഹിക്കണം, നാം അത് വഹിക്കണം. അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ ആ ഭാരം നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് നാം അതിനെ അംഗീകരിക്കുന്നതായ സന്ദർഭത്തിൽ, അത് സഹിക്കുന്നതായ സന്ദർഭത്തിൽ, അത് സഹിക്കുവാൻ ആവശ്യമായ കൃപയും ശക്തിയും ആ ദൈവം നമുക്ക് നൽകുവാൻ ഇടയാകും. അതുപോലെ തന്നെ യേശു കർത്താവ് ചെയ്ത മറ്റൊരു കാര്യം, അവൻ്റെ കഷ്ടതയുടെ നടുവിൽ അവൻ ന്യായത്തിന് വേണ്ടി പിതാവായ ദൈവത്തെങ്കിൽ അവൻ്റെ കഷ്ടതയെ സമർപ്പിച്ചു. 1 പത്രോസ് 2:23 തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവനെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രയേ ചെയ്തത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കഷ്ടതകൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. കഷ്ടതയുടെയും വേദനയുടെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ നടുവിൽ ദൈവം അവൻ്റെ ന്യായത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകും. അവൻ നമ്മെ വിടുവിക്കുകയും ശക്തീകരിക്കുകയും മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു കർത്താവിനെ സകല നാമത്തിലും ഉന്നതമായ നാമം കൊടുത്തതായ ദൈവം നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവായ യേശുവിൽ അത് സമർപ്പിക്കുകയാണെങ്കിൽ, വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവൻ അതിൽ നിന്ന് വിടുവിച്ച് നമ്മെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാകും. രണ്ടാമത്, മിശിഹ ആയ രാജാവ് അവൻ്റെ ലക്ഷ്യങ്ങളിൽ വിജയിക്കുവാനിടയായി. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം. വരുന്നതായ രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. എന്താണ് പറയുന്നത്? യേശു കർത്താവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂലോകത്തിൽ സ്ഥാപിക്കുക എന്ന ഉത്തമമായ ഒരു ലക്ഷ്യമായിരുന്നു യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. യേശു അത് ചെയ്തു. അവൻ തൻ്റെ പ്രവൃത്തികളിൽ കൂടി, അവൻ്റെ അത്ഭുതത്തിൽ കൂടി, അവൻ ചെയ്തതായ ഉപദേശങ്ങളിൽ കൂടി, വിടുതലുകൾ കൂടി അത് ചെയ്തെടുത്തു. അതുകൂടാതെ ക്രൂശിൽ അവൻ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചതുകൊണ്ടും, അതുപോലെ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയും അവൻ ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ ഇടയായി. സുഹൃത്തുക്കളെ, നമ്മൾ അനുഗമിക്കുന്നത് യേശുക്രിസ്തു എന്ന മിശിഹ ആയ രാജാവിനെയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പല പല ലക്ഷ്യങ്ങളുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ മക്കൾ നല്ല നിലയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ അവർ രക്ഷിക്കപ്പെടണം, അവർ ആത്മീയമായി നല്ല നിലവാരമുള്ള വ്യക്തികളായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ദമ്പതികളായിരിക്കുന്നവർ അവരുടെ വിവാഹ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള സ്നേഹവും ഐക്യതയും എല്ലാം അനുഭവിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. യൗവനക്കാരായിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർക്ക് ജോലിയിൽ പല പലമായ ലക്ഷ്യങ്ങളുണ്ട്. നല്ല ശമ്പള വർധന അവരുടെ ലക്ഷ്യമാണ്. നല്ല പൊസിഷനുകൾ
സ്വായത്തമാക്കിയെടുക്കുന്നത് ലക്ഷ്യമാണ്. പ്രായമുള്ളവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ദൈവദാസന്മാർക്ക് അവരുടെ ലക്ഷ്യമുണ്ട്. ആത്മീയമായിട്ട് ഉന്നമനം പ്രാപിക്കണമെന്ന് നമ്മുടെ ലക്ഷ്യമാണ്. അതുപോലെ ദൈവവേല വിശാലമാക്കണമെന്ന് നമ്മുടെ ലക്ഷ്യമാണ്. ചില സമയത്ത് നമ്മുടെ ലക്ഷ്യം ഒരു നിയമപരമായ പോരാട്ടം ജയിക്കുക എന്നായിരിക്കും. എന്താണെന്ന് വെച്ചാലും യേശു കർത്താവ് ഇങ്ങനെയുള്ളതായ മേഖലകളിലെല്ലാം എങ്ങനെ നമുക്ക് വിജയം നേടിയെടുക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ഇടയാകും. യേശു കർത്താവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായ സമയത്ത് അവൻ നമ്മെ ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ. ഇവയെല്ലാം ഒരു മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ അവൻ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ജയം നേടിയെടുക്കാൻ കഴിയുമെന്നത് നമ്മൾ പഠിക്കേണ്ടതിന് വേണ്ടി അവൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അവൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകളെ അവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിൽ ഒന്നാണ് അവൻ്റെ താഴ്മ. അവൻ 33.5 വർഷക്കാലം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു. അതിൽ അവൻ്റെ താഴ്മ കൊണ്ടാണ് അവൻ വിജയത്തിൻ്റെ പടികൾ ചവിട്ടിപ്പോയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താഴ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിജയങ്ങളെ നേടിയെടുക്കുമ്പോഴും ദൈവത്തിന് മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തുക എന്നതാണ്. അവൻ്റെ ഫൈനലായിട്ടുണ്ടായിരുന്ന ലക്ഷ്യം ക്രൂശായിരുന്നു. അതുകൊണ്ട് യേശു താഴ്മ ധരിച്ചു, തന്നെ തന്നെ താഴ്ത്തി. അവൻ ശത്രുത്വം കാട്ടിയില്ല, അവൻ പ്രതികരിക്കുവാനായിട്ട് പോയില്ല. അവൻ സ്വയം താഴ്ത്തി. അവൻ പ്രതികരിച്ചിരുന്നു എങ്കിൽ പാപത്തിൽ വീഴുകയും ക്രൂശുമരണം നടക്കുകയും ഇല്ലായിരുന്നു. താഴ്മ, സെൽഫ് കൺട്രോൾ, റിവെഞ്ചില്ലായ്മ, എളിമയിൽ കൂടി നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് അത്ഭുതകരമാണ്. പിശാച് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻപോട്ട് പോകും തോറും പിശാച് നമ്മെ നിഗളികളാക്കി, ആരെയും വകവയ്ക്കാത്തവരാക്കി മാറ്റിയെടുക്കും. എന്താണ്? നമ്മുടെ മനസ്സിൽ നിഗളം കൊണ്ടിടാനിടയാകും. ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ വലിയ തടസ്സങ്ങളായി മാറും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മാത്രമേ നമ്മൾ നോക്കാവൂ. അത് പ്രാപിച്ചെടുക്കുകയാണ് നമ്മുടെ നേട്ടം. നമ്മെ തന്നെ താഴ്ത്തുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക, മാനുഷിക മൂല്യങ്ങളെ സൂക്ഷിക്കുക, അതുപോലെ മറ്റുള്ളവരോട് പക പോക്കാതിരിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ താഴ്മയോടുകൂടി തന്നെ വലിയ നേട്ടങ്ങളെ പ്രാപിച്ചെടുത്തു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അതായത് അവർ അവരുടെ ലക്ഷ്യങ്ങളെ പ്രാവർത്തികമാക്കിയെടുക്കും എന്നാണ് പറയുന്നത്. അടുത്തതായി യേശുക്രിസ്തു ആയ മിശിഹ തൻ്റെ ടെംപ്റ്റേഷനിൽ ജയാളിയാകാനിടയായി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യം: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. സന്ദർഭം ഏതാണ്? യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭം. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നു. അവനോടുകൂടെ 3 ശിഷ്യന്മാരുമുണ്ട്, പത്രോസും യാക്കോബും യോഹന്നാനും. അവിടെ യേശുക്രിസ്തുവിന് മുൻപിൽ വലിയൊരു പരീക്ഷണം വന്ന് നിൽക്കുകയാണ്. ആ പരീക്ഷണം ഇതാണ്: ക്രൂശ്. ആ ക്രൂശ് ഒഴിവാകുന്നതിനുള്ള ഒരു ടെംപ്റ്റേഷൻ, ആ പരീക്ഷണം. എന്നാൽ യേശുക്രിസ്തു ആ പരീക്ഷണത്തിൽ നിന്നും ഒളിച്ചോടാതെ അവിടെ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനിടയായി. അതുകൊണ്ടാണ് അവൻ പറയുന്നത്: ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. എന്നാൽ ആ കർത്താവ് ആത്മാവിനെ ബലപ്പെടുത്തി ജയം നേടി. ഈ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവ് വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി, ആകുലതയോടുകൂടി 3 തവണ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ കഴിയും. അവൻ്റെ വിയർപ്പുകൾ രക്തത്തുള്ളികളായി നിലത്ത് വീഴാനിടയായി. അത്രത്തോളം ഭാരത്തോടുകൂടി അവൻ പ്രാർത്ഥിച്ചു. അവസാനം പറഞ്ഞു: എങ്കിലും എൻ്റെ പിതാവേ, നിന്റെ ഇഷ്ടം തന്നെ നിറവേറണമെന്ന്. അതുപോലെ ഗെത്സമന തോട്ടത്തിൽ വെച്ച്
അവൻ കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് യേശുവിനെ ബലപ്പെടുത്തുവാനിടയായി എന്ന്. അതിനുശേഷം അവൻ അവിടെ നിന്ന് കടന്നു പോകുന്നു. അവൻ കാൽവരി ക്രൂശിൽ സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിക്കപ്പെടുകയും ചെയ്തു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും പലവിധമായ പരീക്ഷകളിൽ കൂടി നമ്മൾ കടന്നു പോകാറുണ്ട്. പാപത്തിൻ്റെ വിഷയത്തിലുള്ള പരീക്ഷണമാകും പലപ്പോഴുമുള്ളത്. അത് ക്രൂശോളം വലിയതല്ല. ഓർക്കണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് പരീക്ഷണങ്ങൾ കടന്നു വന്നേക്കാം. ചർച്ചിൽ പോകുന്ന സമയത്ത് പരീക്ഷണങ്ങൾ കടന്നു വന്നേക്കാം. അതുപോലെ ദൈവത്തിൻ്റെ വേലയിൽ പങ്കുചേരാതിരിക്കാനുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ, അതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാതിരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ. എന്നാൽ ശുഭവാർത്ത ഇതാണ്, യേശു കർത്താവ്, ജയാളിയായ നമ്മുടെ രാജാവ്, എല്ലാ പരീക്ഷണങ്ങളെയും ജയിക്കുവാനുള്ളതായ വലിയ കൃപ നമുക്ക് നൽകാനിടയാകും. ഇപ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് അത്ഭുതകരമായ വിജയത്തെ നേടിയെടുക്കാനിടയായത്? അവൻ ഗതസമനിലായിരുന്ന സമയത്ത് അവൻ കർത്താവിനോട്, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പരീക്ഷണത്തെ മറികടന്നു. നാമും പരീക്ഷണത്തോട് പോരാടേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുമെന്ന്. നാം അവനെ എതിർക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പരീക്ഷണത്തോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ രണ്ടാമത് പറയുന്നു, യേശു കർത്താവ് പ്രാർത്ഥിച്ചു. നാമും ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ ഉപവസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപവാസത്തോടും അതുപോലെ പ്രാർത്ഥനയോടും കൂടി നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെല്ലാം കൺട്രോൾ ചെയ്യേണ്ടതാണ്. യേശു കർത്താവ് എങ്ങനെയാണ് പരീക്ഷണത്തെ മറികടന്നത്? അത് നമ്മൾ മാതൃകയാക്കി എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പരീക്ഷണങ്ങളും അതുപോലെ ടെംപ്ടേഷനുകളും കടന്നു വരുന്നതായ സന്ദർഭത്തിൽ യേശു കർത്താവ് എങ്ങനെയാണോ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച് ജയം നേടിയത്, അതുപോലെ നാമും പ്രാർത്ഥനയിൽ ഇരുന്ന് ജയം നേടേണ്ടത് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മറക്കരുത്, യേശു കർത്താവ് നമ്മുടെ ജയാളിയായിരിക്കുന്ന രാജാവാണ്. അവൻ തൻ്റെ കഷ്ടങ്ങളിൽ ജയാളിയായി തീർന്നു. അവൻ തൻ്റെ ലക്ഷ്യങ്ങളിൽ ജയാളിയായി തീർന്നു. അവൻ പരീക്ഷണങ്ങളിലും ജയാളിയായി തീർന്നു. ആ കർത്താവ് നമ്മെ സഹായിക്കുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ, അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളുടെ നടുവിൽ, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ, പരീക്ഷണങ്ങളുടെ നടുവിൽ നമുക്കവൻ ജയം നൽകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നിന്റെ നല്ല വചനത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. യേശു കർത്താവ് ഞങ്ങളുടെ ജയാളിയായിരിക്കുന്ന രാജാവാണല്ലോ. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, അവർക്കെല്ലാം പലവിധ ലക്ഷ്യങ്ങളുണ്ട്. കർത്താവെ, അതുപോലെ അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർക്ക് നീ ജയത്തെ ദാനം ചെയ്യണമേ. അവരുടെ ലക്ഷ്യങ്ങളിൽ ജയം കൊടുക്കണമേ. അവരുടെ പരീക്ഷണങ്ങളിൽ ജയം കൊടുക്കണമേ. അവർക്ക് ദൈവിക കൃപ പകരണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തീകരിക്കണമേ. യേശു എങ്ങനെയാണോ പുനരുദ്ധാന ശക്തി പ്രാപിച്ചെടുത്തത്, അതേപോലെ അവരെയും ശക്തീകരിക്കണമേ. കർത്താവേ, അവരുടെ ജീവിതത്തിലെല്ലാ മേഖലകളിലും അത്ഭുതകരമായ വിജയത്തെ കൊടുത്ത് അവരെ നീ മുൻപോട്ട് വഴി നടത്തുമാറാകണമേ. ആത്മീയവും ഭൗതികവും മാനസികവുമായ രീതിയിൽ അവരെ നീ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം എന്ന് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. സുഹൃത്തുക്കളെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കാവശ്യമാണ്. ഇന്ന് 4 ഭാഷകളിലാണ് ഞാൻ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്: ഹിന്ദി, ഇംഗ്ലീഷ്, തെലുഗു ആൻഡ് മലയാളം. ഈ പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ ചിലവേറിയതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവുചെയ്ത് നിങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളതായ സംഭാവനകൾ നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ആ വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ QR കോഡിൽ കൂടി നിങ്ങൾക്ക് ഡൊണേഷനുകൾ അയക്കാൻ കഴിയും. ദയവുചെയ്ത് ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വയ്ക്കുവാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും കൂടാതെ മണി ഓർഡറായിട്ടും പണം അയക്കുവാനായിട്ട് കഴിയുന്നതാണ്. ദയവുചെയ്ത് നൽകുന്നതായ വിവരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ലോകത്തെമ്പാടുമുള്ളതായ അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക.
നിങ്ങൾ ഒരു സന്ദേശം ദാനം ചെയ്യുമ്പോൾ അതിൽ കൂടി അത് കേൾക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും, ഈ സന്ദേശം കേട്ട എല്ലാവരോടും, ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.